കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 53. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ. എത്തുന്ന ദർദുരമുരത്തോടെ പിൻപെയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമഃ. ജനനം മുതൽ മരണം വരെ ഈ കാലസർപ്പം നമ്മളെ വിഴുങ്ങാൻ സദാ പിന്നിൽ വരുന്നുണ്ട്. നമുക്കറിയാം, എപ്പോഴാണ് വിഴുങ്ങണമെന്ന് നമുക്കറിയില്ല അല്ലേ. ഈ സ്ഥിതിയെപ്പറ്റി നമ്മൾ ഒട്ടൊട്ട് അറിഞ്ഞും അല്ലെങ്കിൽ ബോധത്തോടും ഒട്ടൊട്ട് ബോധമില്ലാതെയും മറന്നും അറിയാതെയും ചിലരറിയാതെയും നാം എന്താ ചെയ്യണേ, ഈ നശ്വരമായിട്ടുള്ള മോഹങ്ങളെ അല്ലെങ്കിൽ സുഖങ്ങളെ സ്വന്തമാക്കാൻ ഓടുകയാണ്. എപ്പോൾ വേണമെങ്കിൽ കാല സർപ്പം വിഴുങ്ങാം. അതിനെ ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ അതിനെ സർപ്പത്തിൻ്റെ വായിൽ പകുതി വിഴുങ്ങപ്പെട്ട തവള അല്ലെങ്കിൽ തവളയുടെ പിന്നാലെ ഓടണൊരു സർപ്പം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ തവള അതറിയാതെ ഒരു പാറ്റയെ പിടിക്കാൻ വൃഥാശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഏരയെ പിടിക്കാൻ ശ്രമിക്കണു, അപ്പോൾ തന്നെ അതിനെയും പാമ്പ് തിന്നുണ്ടാവും, പിന്നാലെ വരുന്നുണ്ടേ. അതായിട്ടാണ് താരതമ്യം ചെയ്തിരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അർത്ഥത്തിലേക്ക് പോവാം. എത്തുന്ന ദർദരം എന്നാണ് മൂന്നാമത്തെ വഴിയിൽ, അതാണ് ആദ്യം എടുത്താലാണ് എളുപ്പം. എത്തുന്ന ദർദരം എന്താ, അതായത് തീറ്റ അന്വേഷിച്ചുകൊണ്ട് ചാടി നടക്കുന്ന തവള. അവിടെ എത്തണ തവള പിന്നാലെ ഉരത്തോടെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരത്തോടെ ഒരു സർപ്പം കണക്കെ, ഒരു പാമ്പ് പിടിക്കാൻ ഓടി വരുന്ന പോലെ ഇവിടെ കൃതാന്തൻ വെച്ചാൽ കാലൻ അല്ലെങ്കിൽ മൃത്യു എന്ന് പറയാം. ഗുഹ പോലെ മുഖം പിളർന്ന്, ആ ഗുഹ പോലുള്ള വായം പിളർന്നിട്ട് കാലൻ അല്ലെങ്കിൽ മൃത്യു മമ പിൻപേ എൻ്റെ പിന്നാലെ വരുന്നുവല്ലോ, അയ്യോ ഭയമാവുന്നു, നാരായണായ നമ. അതായത് മൃത്യു എന്നെ വിഴുങ്ങുന്നതിന് മുമ്പേ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ ചേരണേ എന്നൊരു പറയണതായിട്ട് വിചാരിക്കാം. ഹരിനാരായണായ നമ. അതായത് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ മൃത്യുവും കൂടെ ജനിക്കേണ്ട നമ്മുടെ കൂടെ. മൃത്യു അങ്ങനെ ഒരു ശാസ്ത്രങ്ങളിൽ പറയേണ്ട, മൃത്യു ജന്മവതാം വീര ദേഹേന സഹജായതേ, ദേഹത്തിൻ്റെ ഒപ്പം ജനിക്കുന്നു. അദ്യവാബ്ദ ശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവം. അതായത് നമ്മളെപ്പം ജനിക്കണോ അപ്പം നമ്മുടെ കൂടെ മൃത്യു നടക്കാൻ തുടങ്ങും. മരണം വരെ നടന്ന് അതിന് ആ സമയം വരുമ്പോൾ നമ്മൾ ആ മൃത്യുവാകുന്ന സർപ്പം, കാലസർപ്പം നമ്മളെ വിഴുങ്ങും. ശരിക്കും അങ്ങനെയാണല്ലോ അല്ലേ. അതായത് ഈ നമ്മളെ പിടിച്ച് ഭക്ഷിക്കുന്നതിനായി ഗുഹ പോലെ വായും പിളർന്ന് കാലൻ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ മൃത്യു പിന്നിൽ നടന്നുകൊണ്ടേയിരിക്കേണ്ട നമ്മുടെ ഒപ്പം. സമയം വരുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ. ഏതുപോലെ, ചാടിച്ചാടി തീറ്റ അന്വേഷിച്ച് നടക്കണ തവളയുടെ പിന്നാലെ പിടിക്കാൻ പായുന്ന പാമ്പ് പോലെ മൃത്യു വരണ്ട. അതുകൊണ്ട് ഹേ ഭഗവാൻ, ഈ മൃത്യു വിഴുങ്ങുന്നതിന് മുമ്പ് അങ്ങയുടെ തിരുപാദത്തിൽ ചേരാൻ സാധിക്കണേ എന്നാണ് പറയണമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഈ കാലനെ അല്ലെങ്കിൽ മരണത്തിനും അപ്പുറത്തുള്ള മരണത്തിനും അതീതനായിട്ടുള്ള ഭഗവാനെ ആശ്രയിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ. മരണമുള്ള ഒരാളെ തന്നെ നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടി ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ മരണമുള്ള ഒരാളുടെ അടുത്ത് അയ്യോ എന്നെ മരണത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്ന് പറയാം. പക്ഷേ നമ്മളത് പറയുമ്പോൾ തന്നെ അയാൾ വേണമെങ്കിൽ മരിക്കാം
അയാൾക്കും മരണമുണ്ടേ. അപ്പോൾ മരണം ഉള്ളവരുടെ അടുത്ത് പോയി മരണത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരണത്തിന് അതീതനായിട്ടുള്ള ഭഗവാനോ. അതുകൊണ്ടാണല്ലോ ഉത്തര പറഞ്ഞില്ലേ, ഈ ബ്രഹ്മാസ്ത്രം നേരിട്ട് വന്നപ്പോൾ, അതായത് പരീക്ഷിത്ത് പിന്നെ വയറ്റിൽ ഗർഭം ഉണ്ടായിരിക്കുന്ന സമയത്താണല്ലോ പിന്നെ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം വന്ന്. അപ്പോൾ ഉത്തരയുടെ പ്രാർത്ഥനയിൽ അതല്ലേ നമ്മൾ കണ്ടുല്ലോ ഭാഗവത്തിൽ, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. അല്ലെ, ഞാൻ വേറൊരാളെ അഭയം കാണുന്നില്ല, വേറൊരാളെ എനിക്ക് അഭയമില്ല. കാരണം എല്ലാവർക്കും മൃത്യുണ്ട്. ഈ മൃത്യുള്ളവരോടടുത്ത് മൃത്യുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? മൃത്യുവിന് അപ്പുറത്ത് നിൽക്കണ ഒരാളേ ഉള്ളൂ. അതായത് കാലൻ്റെയും കൂടിയും കാലനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ. അങ്ങാണ്, അതാണ് നാണ്യത്വത അഭയം പശ്യ എന്ന് പറഞ്ഞത് ഉത്തര. അപ്പോൾ ഈ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താ വെച്ചാൽ, മരണത്തിന് അതീതമായിട്ടുള്ള ശാശ്വതമായ സത്യം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് മൃത്യുഭയം നീങ്ങും. അതാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറയാ വെച്ചാൽ. അല്ലേ, അതെനിക്ക് ആ മരണത്തിന് അതീതമായിട്ടുള്ള ശാശ്വത സത്യം കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണേ. അപ്പം എനിക്ക് മൃത്യുഭയം ഉണ്ടാവില്ല. എന്നാൽ ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ ചേരുകയും ചെയ്യും. മൃത്യുവിന് ഭയമില്ല, മൃത്യു എന്നെ തൊടില്ല. ഭഗവാനെ അങ്ങടെ ആ സത്യം ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ മൃത്യുവിനെ എന്നെ തൊടാൻ സാധിക്കില്ല. അതും കൂടി അങ്ങനെയും പറയാതിനെ. അല്ലേ, മരണത്തിന് അതീതമായിട്ടുള്ള ശാശ്വതമായ സത്യം കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് മൃത്യുഭയമില്ല. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ ഹരിനാരായണായ നമ. അല്ലെങ്കിൽ മൃത്യു വിഴുങ്ങുന്നതിന് മുമ്പ് നമ്മൾ മറ്റേ ഇത് ചെല്ലാറുണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ആ പ്രയർ, എന്താ, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. എന്താ അമൃതം വെച്ചാൽ ആ ജ്ഞാനം ഉദിക്കുക. അല്ലേ, ആ ബ്രഹ്മജ്ഞാനം ഉദിക്കുന്നത് തന്നെയാണ് അമൃതം ത്തിലേക്ക് എന്നെ നയിക്കും എന്ന് പറയണത്. അല്ലേ, അസത്തിൽ നിന്ന് സത്തിലേക്കും തമസിൽ നിന്ന് ജ്യോതിസിലേക്കും മൃത്യുവിൽ നിന്ന് അമൃതത്തിലേക്കും നയിക്കും എന്നൊക്കെ നമ്മൾ അത് തന്നെയാണ് പറയണത്. അതായത് ആ ശാശ്വത സത്യം കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു തോന്നുന്നുണ്ട്, ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞതാണല്ലോ, ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമം ലോകഭൂമാലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ പിന്നെ എന്താണ്, ഏര തേടണ തവളയുടെ പിന്നാലെ ഓടണ പാമ്പിനെ പോലെയാണ് നമ്മളെന്ന് പറഞ്ഞു. എപ്പോഴാണ് പിടിക്കാന്ന് ശരിയാണ്. മറ്റേൽ ഓൾറെഡി പകുതി വിഴുങ്ങപ്പെട്ട തവളയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് പകുതി വിഴുങ്ങപ്പെട്ട തവള മുഴുവൻ വിഴുങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനെ പുറത്താണ് വായയുടെ. ഇപ്പം വിഴുങ്ങുന്നായിരുന്നു. ആ സമയത്തൊരു പിന്നെ തുമ്പിയോ ഒരു പാറ്റ പറഞ്ഞാൽ അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് മൊമെൻറ്റിൽ അവനവനെ വിഴുങ്ങുന്നുള്ളത് ഓർമ്മിക്കാതെ. അല്ല, അത് അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പിന്നെ എന്താണ് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയണ്ടല്ലോ. അത് നമ്മൾ അധ്യാത്മരാമായണത്തിലും പിന്നെ വ്യാസൻ്റെ അധ്യാത്മരാമായണത്തിലൊക്കെ കണ്ടുല്ലോ. അതേപോലെ തന്നെ എല്ലാ മഹാത്മാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, മോഹമുദ്ഗരത്തിൽ അല്ലെങ്കിൽ ഭഗവതത്തിൻ്റെ മാ കുരുധന ജന യൗവന ഗർവം ഹരതി നിമേഷാൽ കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. അല്ലേ, ഈ ധനവും ജനവും യൗവനവും ഒക്കെ ഹരതി നിമേഷാൽ, അതിൽ നിന്നുള്ള ആ ഗർവമൊക്കെ കാലം ഒരു നിമിഷം കൊണ്ട് തകർക്കും. അല്ലേ, ഒരു നിമിഷം മതി നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അടിഞ്ഞ് ഭസ്മാവാൻ. എത്ര കുറച്ച് മതിയല്ലേ. അതാണ് മാ കുരു ധനജന യൗവന ഗർവം ഒക്കെ ഹരതി നിമേഷാൽ, ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കണു കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വ. ഇതൊക്കെ വെറും മായാമയാണെന്ന് ബോധിച്ചിട്ട് ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ, അതറിഞ്ഞിട്ട് ബ്രഹ്മപദം പ്രാപിക്കൂ. അല്ലേ, പിന്നെയോ ദിനയാമിന്യവും സായം പ്രാതഃ, പകലും രാത്രിയും പിന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ മാറി മാറി. പിന്നെന്താ, അത് മാത്രമല്ല ശിശിരവസന്തവും പുനരായാത, അതായത് ഫോളും സ്പ്രിങ്ങും രാവും പകലും രാവിലെയും വൈകുന്നേരവും ഒക്കെ മാറി മാറി ഇങ്ങനെ വരണു. അല്ലേ,
കാലക്രീഡതി ഗച്ഛത്യായു. കാലത്തിൻ്റെ ഈ കളിയിൽ നമ്മുടെ ആയുസ് കുറഞ്ഞു വരുന്നു. തദപിച മുഞ്ചത്യാശാപായി. എന്നിട്ടും നമ്മളെ ആശാവായി, എന്നിട്ടും നമ്മൾ ആശയ്ക്ക് യാതൊരു, അത് നമ്മളൊന്ന് റിയലൈസ് ചെയ്യാതെ, അതാണ് കാലം അങ്ങനെ നമ്മൾ ആയുസിനെ ഇപ്പോൾ അത് പറയുമല്ലോ, ഏതുപോലെയാന്ന് പറയുമല്ലേ, ഒരു വലിയ കുട, ഒരു മീഡിയം സൈസ് ഒരു കുട ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കുടത്തിൽ ഒരു തുളണ്ട, ചെറിയൊരു തുളണ്ട ചോളൂ. അതിൽ വെള്ളം നിറച്ചാൽ ഓരോ തുള്ളിയായിട്ടേ പോയിട്ടുള്ളൂ, അത്രയ്ക്കേ ഓട്ടമുള്ളൂ എന്ന് വിചാരിച്ചോളൂ. ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ കുറേ കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവനെ പോവില്ലേ? അതുപോലെയാണ് ആയുസ് ഇങ്ങനെ ചോർന്ന് പോവുകയാണ്. ഓരോ രാവിലെയും ഓരോ പകലും ഓരോ രാത്രിയും, ഒരു രാവിലെ, ഒരു സന്ധ്യ, ഒരു പിന്നെ ശിശിരം, ഒരു വസന്തം, ഇങ്ങനെ മാറി വരുമ്പോൾ ഒക്കെ നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. ഈ കുടത്തിലത്തെ വെള്ളം പോലെ നമ്മുടെ ഈ കാലത്തിൻ്റെ കളിയിൽ നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മുടെ ആശ കൂടി വരികയാണ്. അതാണ് കഷ്ടം. അങ്ങനെയൊക്കെ എത്രയോ മഹാത്മാക്കൾ അവരുടെ എല്ലാം കൃതികളിലൊക്കെ ഇതന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ എഴുത്തച്ഛനും അതന്നെയാണ് പറയണത്. ഈ വായും പിളർന്നത് ആ കാലൻ എൻ്റെ പിന്നാലെ വരണൂലോ, അയ്യോ പേടിയാവണു. ആ മൃത്യുഭയം തീർക്കാൻ എന്താ വഴി? ആ ശാശ്വതമായിട്ടുള്ള സത്യം എനിക്ക് കണ്ടെത്താൻ കഴിയണേ, അല്ലെങ്കിൽ എനിക്ക് ആ ജ്ഞാനം ഉദിക്കണേ, എന്നിട്ട് എന്നെ അമൃതത്തിലേക്ക് നയിക്കണേ എന്ന് തന്നെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ അതിൽ ആ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ എന്താണ്, തവള പിന്നെ തൻ്റെ ഇരയെ അന്വേഷിച്ച് ഇങ്ങനെ ചാടി നടക്കുമ്പോൾ പിന്നാലെ വരണ പാമ്പിനെ പറ്റി ഒട്ടും പിന്നെ എന്താണ് ബോധമില്ല അതിന്. എപ്പോൾ വേണമെങ്കിൽ ആ പാമ്പ് ഇങ്ങനെ ഊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ തവളേക്കാളും സ്പീഡും ഉണ്ടാവും വിശന്ന് വരണ പാമ്പാച്ച. അപ്പോൾ ചാടി നടക്കുമ്പോൾ ജസ്റ്റ് ഒരു ഒരു കൃമിയോ എന്തിനെങ്കിലും കിട്ടിയിച്ചാൽ അത് തിന്നണേൻ്റെ മുമ്പ് തന്നെ പാമ്പ് പിടിച്ചു എന്ന് വരാം. അതുപോലെ തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞെടുക്കുകയാണ്. അതായത് നമ്മൾ പിന്നെ ഈ എങ്ങനെയാണ് ഒരു തവള മുമ്പിൽ മുമ്പിൽ പറക്കണ പാറ്റയെ പിടിക്കാൻ വൃഥാ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളും ഇതുപോലെ പിന്നെ എന്താണ് കാലം നമ്മളെ പിന്നാലെ വരുന്നത് അറിയാതെ നമ്മൾ ഓരോ സുഖങ്ങളുടെ പിന്നാലെ പോയി പെട്ടെന്ന് ഒരു ദിവസം എല്ലാം കഴിഞ്ഞു അല്ലേ. ഹരതി നിമേഷാൽ കാലസർവം എന്ന് പറഞ്ഞില്ലേ ശങ്കരാചാര്യൻ. അവരെല്ലാം പറയണത് ഒന്ന് തന്നെയാണ്, ഒരേ തന്നെയാണ്. അപ്പം ഇതിലും ഏകദേശം പറയണത് അങ്ങനെ എന്നെ മൃത്യുവിൻ്റെ വക്രത്തിലേക്ക് വിടാതെ എന്നെ ഭഗവാന്റെ പാദങ്ങളിൽ ചേർക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനുദിച്ച് ഞാൻ ഈ മൃത്യുഭയം ഇല്ലാതെ മൃത്യുക്ക് അതീതനായിട്ട് അങ്ങയിൽ ഞാൻ എന്നും ചേർന്ന് നിൽക്കണേ എന്നാണ് അല്ലേ. അപ്പം നമുക്ക് 53 കഴിഞ്ഞിട്ട് 54 കൂടിയും ചെയ്യാം. താരതമ്യേന സിമ്പിളാണ്, അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്ന ദദ്ദുരമുരത്തോടെ പിൻപെയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ മമ. ഇനി നമുക്ക് 54 കൂടിയും ചെയ്യാം അല്ലേ. അതെ. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിനിമേലിലതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമ. നല്ലൊരു പ്രാർത്ഥന. പല പ്രാർത്ഥനകളും നമ്മൾ ഇതേ അർത്ഥത്തിൽ, പലതും കുറച്ചൊക്കെ വ്യത്യാസമാണ്, പക്ഷേ ഏകദേശം ഇതേ അർത്ഥത്തിൽ നമ്മളിത് ധാരാളം കേട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുന, അതായത് മനുഷ്യനായി ഞാൻ ഈ ഭൂമിയിൽ പിറന്ന് വീണ നിമിഷം മുതൽ വീണ്ടും അതാണ് പുന. എന്തൊന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെല്ലാം കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചെയ്തതും
പിന്നെയോ എന്തിനി മേലിൽ അതുമെല്ലാം ഇനി ഞാൻ ഭാവിയിൽ ചെയ്യാൻ പോണ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം അതും എന്ത് നിനക്കു ഹൃദി സന്തോഷമായി നിനക്ക് ഹൃദി പറഞ്ഞാൽ അങ്ങയുടെ ഭഗവാന്റെ നിന്തിരുപടിയുടെ ഉള്ളിൽ സന്തോഷമായി വരിക അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് തീരണേ. ഹരിനാരായണായ നമ. എത്ര നല്ല പ്രാർത്ഥന മലയാളത്തിൽ അല്ലേ. ഇതുപോലെ നമ്മൾ പല 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 പ്രാർത്ഥനകളും നമ്മൾ പല പുസ്തകങ്ങളിലും ഒക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മൾ ദിവസേന ചെല്ലുന്നുണ്ടാവും. ഇതിപ്പോൾ ഗീതയത്തെ പ്രസിദ്ധമായിട്ടുള്ളതല്ലോ, യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസിയൽ യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ മദർപ്പണം തന്നെയാണല്ലോ പറയണത്. അതേപോലെ തന്നെ നമ്മൾ അതായത് ഒരു കാര്യമുണ്ട്, ഇപ്പം കഴിഞ്ഞ കാലം ചെയ്തതൊക്കെ ഞാൻ അങ്ങയുടെ സന്തോഷത്തിനായിട്ട് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരാം. എന്താ അറിയോ, കഴിഞ്ഞ കാലത്ത് അത്ര ബോധമില്ലാതെ ഞാൻ തെറ്റുകൾ ചെയ്തതുണ്ടാവാം ഇല്ലേ, എന്നാൽ ഞാൻ അതും അങ്ങയുടെ സന്തോഷത്തിനാവട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉവ്വ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ ഭക്തി കഴിഞ്ഞ കാലത്ത് ചെയ്തതൊക്കെ കഴിഞ്ഞുവല്ലോ, പക്ഷേ എന്നാൽ പോലും നമ്മൾ നല്ലവണ്ണം അതിന് പശ്ചാത്തപിച്ച് അതിനു വേണ്ടി നമ്മൾ പ്രായശ്ചിത്തം ചെയ്ത് ഭഗവാനെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഭഗവാനിൽ ഉദിച്ച് നിരന്തരം ഭഗവത് സ്മരണ ചെയ്താൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത ആ കർമ്മങ്ങളുടെ ബന്ധനവും ഇല്ലാതെയാവും. അതുകൊണ്ടാണ് എല്ലാം അർപ്പണം ചെയ്യട്ടെ. കഴിഞ്ഞ കാലത്ത് ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ഇതുവരെ ചെയ്ത അതിൽ തെറ്റുകളുണ്ടാവാം, അതെൻ്റെ അങ്ങയോടുള്ള അർപ്പണ മനോഭാവം കൊണ്ട് ഇല്ലാണ്ടാവണം. അതില്ലാണ്ടാവുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ജ്ഞാനം ഉദിച്ചാൽ എല്ലാ കർമ്മബന്ധനവും ഇല്ലാണ്ടാവും. അപ്പോൾ ഭക്തി ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും വൈരാഗ്യം ഉണ്ടായാൽ ഭക്തിയും വൈരാഗ്യവും വന്ന മനസ്സിൽ ജ്ഞാനം ഉദിക്കും. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ ബന്ധനം ഇല്ലാണ്ടാവും. അപ്പോൾ കർമ്മഫലം അനുഭവിക്കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അതായത് കഴിഞ്ഞ കാലത്ത് ചെയ്ത തെറ്റുകൾ പോലും ഭഗവത് സ്മരണയെ കൊണ്ട് ഭഗവാന്റെ കൃപ നമ്മളിൽ ചൊരിഞ്ഞാൽ അതും കൂടി നശിക്കേ. അതാണ് എല്ലാം ഭഗവതർപ്പണമായ പിന്നെ അതായത് നമ്മൾ ഭഗവാനെ അത്രമാത്രം സ്നേഹിച്ച് സദാ ഭഗവത് സ്മരണ ചെയ്യുമ്പോൾ നമ്മുടെ ഭക്തി കൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ ഭക്തി വർദ്ധിക്കുമ്പോൾ വൈരാഗ്യം ഉണ്ടാവേ. അങ്ങനെ ഭക്തിയും വൈരാഗ്യവും പൂർണ്ണമായാൽ ആ മനസ്സിൽ തന്നെ ജ്ഞാനം ഉദിക്കുമ്പോൾ പ്രാരബ്ധകർമ്മം ഒഴികെ എല്ലാ കർമ്മങ്ങളുടെ ബന്ധനവും നശിക്കും. പ്രാരബ്ധകർമ്മം കഴിയണവരെ ഈ ശരീരത്തിൽ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മോക്ഷം തന്നെ. അപ്പോൾ അതുകൊണ്ടാണല്ലോ പിന്നെ എന്താണ് ഭാഗവതത്തിലും നമ്മളൊക്കെ സാധാരണ പലരും ചെല്ലാറുള്ളതാണല്ലോ, കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് നമ്മൾ അതായത് എല്ലാം ഭഗവതർപ്പണമായിട്ട് ചെയ്യാച്ചപ്പോൾ എന്താ വെച്ചാൽ കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ട് ചെയ്യാണ്. ബാക്കി ഒന്നിലും നമുക്ക് വേറൊന്നും നമ്മൾ വിചാരിക്കില്ലെങ്കിലേ. അതാണ് ഭാഗവതത്തിൽ അങ്ങനെ എത്രയോ ശ്ലോകങ്ങളുണ്ട്. ഞാനും 3-4 ബൈഹാർട്ടാക്കിയത് കായനവാച എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊന്നുണ്ട്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യപ്രതിഹതായ ആത്മാ സുപ്രസീദതി. അതായത് ഭാഗവത ധർമ്മം എന്താ അറിയോ, സവൈ പുംസാം പരോധർമ്മോ യഥോ അധോക്ഷജനിൽ അതായത് ഭഗവാനിൽ ഭക്തി വർദ്ധിപ്പിക്കുന്നതൊക്കെ ഭാഗവത ധർമ്മമാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാ വെച്ചാൽ ഏതെല്ലാം കർമ്മങ്ങളാണ് നമ്മളെ ഭഗവാനിൽ നിന്നും അകറ്റുന്നത് അതൊന്നും ധർമ്മമല്ല. എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മളെ ഭഗവാനോട് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നത് അതൊക്കെ ധർമ്മമാണ്. യഥോ ഭക്തി അധോക്ഷതയെ അഹൈതുക്യ പ്രതിഹത. അതായത് അഹൈതുകമായ ഭക്തി ഏത് കർമ്മങ്ങളെ കൊണ്ട് എനിക്ക് ഉണ്ടാവുന്നുവോ അതൊക്കെ അത് ഭഗവത് പ്രസാദത്തിനായിക്കൊണ്ട് വരുമെന്ന് സംശയമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാതും ഭഗവാനെ അർപ്പണം ചെയ്തിട്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ട് ഭവിക്കണേ. അപ്പം പിന്നെന്താ, ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ വേറെ യാതൊന്നും വേണ്ടല്ലോ. അതാണ് ഇത് വളരെ നല്ലൊരു ശ്ലോകമാണ്. അപ്പോൾ
എഴുത്തച്ഛൻ ശരിക്കും പറയിച്ചാൽ ഭഗവത് അർപ്പണം ഒരു ആത്മസമർപ്പണം തന്നെയാണ് ഇതിൽ പറയണത്. അതായത് ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളും എല്ലാം ഭഗവാന്റെ പ്രസാദത്തിന് ഇടയായിത്തീരണേ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഭഗവത് പ്രസാദം ലഭിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിന് സന്തോഷം. അതായത് ഈ കർമ്മങ്ങളെ തന്നെ രണ്ടായിട്ട്, അതായത് കർമ്മത്തിന് തന്നെ എല്ലാ കർമ്മത്തിനും രണ്ട് തരത്തിലുള്ള ഫലങ്ങളുണ്ടാവാം. ഒന്ന്, നമുക്കൊരു നല്ല സന്തോഷം ചെയ്താൽ, അത് നമുക്ക് തന്നെ അറിയാലോ ഇല്ലേ, നമുക്ക് നല്ലൊരു സന്തോഷം. പിന്നെ വേറെ ചിലത് എന്താ വെച്ചാൽ നമുക്ക് ഭൗതികമായിട്ടുള്ള കുറേ നേട്ടങ്ങൾക്കൊക്കെ, അതൊക്കെ ആ നേട്ടങ്ങളൊക്കെ നശ്വരമാണ് അല്ലേ, ഒന്നും അനശ്വരമല്ല, വെറും ട്രാൻസിയൻ്റ് ആയിട്ടുള്ള നേട്ടങ്ങളാണ്. പക്ഷേ എങ്കിലും അങ്ങനെ അപ്പം അതിനോണ്ട് നമുക്ക് ആ മനസ്സിന് പ്രസാദം ഉണ്ടാവണില്ല. അപ്പോൾ ഒരു സന്തോഷം നമ്മൾ ആത്മാവിനെ പറയട്ടെ, മനസ്സിനെന്നല്ല, ആത്മാവിന് സന്തോഷം ഉണ്ടാവണില്ല. ആത്മാവിന് സന്തോഷം എപ്പോഴാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഫലാപേക്ഷ കൂടാതെ ആർക്കായാലും എന്തെങ്കിലും നല്ലതൊരു കാര്യം അവർക്ക് സന്തോഷമാവണത്, അവരുടെ ഉള്ളിലത്തെ ഭഗവാനെന്ന് പറയാം നമുക്ക്, അവരുടെ ഉള്ളിലത്തെ ഭഗവാന് സന്തോഷമാവണതാണെന്ന് നമ്മളറിയാതെ തന്നെ നമ്മൾ ചെയ്താലും നമുക്കുള്ളിലൊരു ശരിക്കും ഒരു പ്രസാദം ഉണ്ടാവും. നമുക്ക് തന്നെ അത് പലപ്പോഴും അനുഭവപ്പെടും. കാരണം നമ്മൾ നല്ലൊരു കാര്യം ചെയ്താൽ, നല്ലൊരു കാര്യം വിത്തൗട്ട് എക്സ്പെക്റ്റിങ് എനിത്തിങ് ഔട്ട് ഓഫ് ദാറ്റ്, ഒരാൾക്ക് ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നന്നായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക്, അതുകൊണ്ടാണ് ആ കർമ്മത്തിന് രണ്ട് തരത്തിലുള്ള ഫലം ഉണ്ടാവുന്നത്. ഒന്ന് ആത്മപ്രസാദം, പിന്നെ ഒന്ന് ഭൗതികമായിട്ടുള്ള നേട്ടം. പക്ഷേ ആത്മപ്രസാദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, നമ്മുടെ ഉള്ളിലിരിക്കണം ഭഗവാൻ പ്രസാദിച്ചു, അങ്ങനെ ഉള്ള കർമ്മങ്ങൾ എനിക്ക് ചെയ്യാറാവണേന്നാണ് പരിച്ഛം പറയണത്. ഞാൻ ചെയ്യുന്ന കഴിഞ്ഞ കർമ്മങ്ങളും പറഞ്ഞു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പണമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണേ. അത് ആത്മപ്രസാദം. ഇവിടെ ആത്മാവ് ഭഗവാൻ, നമ്മുടെ അന്തര്യാമി ഭഗവാനാണല്ലോ. ആത്മപ്രസാദത്തിനായും കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണമെന്ന്. ഭഗവത് പ്രസാദം എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ആത്മപ്രസാദം. കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമി ആയിരിക്കുകയാണല്ലോ. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവ് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു കൃതാർത്ഥത, ഒരു സന്തോഷമൊക്കെ തോന്നണതേ. പക്ഷെ നമ്മൾ അത് കിട്ടാനായിട്ടൊന്നും അല്ലാതെ നമ്മൾ ഈ ഭൗതികമായ നേട്ടങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അൺഫോർച്ചുനേറ്റ്ലി അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവം ആവണതുമാണ്. എന്നിട്ടും അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ പറയണേ, എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവത്പ്രസാദത്തിനായിട്ട് ഭവിക്കണേന്ന്. അല്ലാത്തൊരു കർമ്മം എനിക്ക് ചെയ്യാൻ തോന്നരുത്. അതാണ് ഇതുവരെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ചെയ്ത കർമ്മങ്ങളെല്ലാം, ഇനി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് പ്രസാദത്തിനായിക്കൊണ്ട് ഭവിക്കണേന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം ഉണ്ടാവണേ. എന്നാൽ എനിക്കെല്ലാം ആയി, വേറെ എനിക്കൊന്നും വേണ്ട, കർമ്മബന്ധനമില്ല, ഒന്നുമില്ല. അതായത് അപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഇല്ലാതെയും എല്ലാം ഭഗവത് അർപ്പണമായിട്ട് ഫലാപേക്ഷയോടുകൂടി അല്ലാതെ, ഫലാപേക്ഷ ഇല്ലാതെ എല്ലാം ഭഗവത് അർപ്പണമായി ചെയ്താൽ കർമ്മബന്ധനം നശിക്കൂ എന്നുള്ളത് സംശയമില്ല. അതാണ് വലിയൊരു പ്രാർത്ഥനയാണ്. നല്ല ഒരു ചെറിയ നല്ല സിമ്പിൾ മലയാളത്തിൽ നമുക്ക് എഴുത്തച്ഛൻ തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 54 ഒന്നും കൂടി വായിച്ച് ഈ സെഷൻ നിർത്താം. മഞ്ഞിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാങ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിനി മേലിൽ അതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക. നാരായണായ നമ. നമ്മൾക്ക് അത് പ്രാർത്ഥിച്ചിട്ട് നിർത്താം. ഈശ്വര, നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ട് ഭവിക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ തോന്നിക്കാവൂ. അതും ഭഗവത് കൃപ അല്ലേ. അതും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമല്ലേ. നമുക്ക് നല്ലത് ചെയ്താലല്ലേ നമുക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ട് ഭഗവാനെ അർപ്പിക്കാൻ പറ്റില്ലല്ലോ. ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ടാവണമെങ്കിൽ നല്ല കാര്യങ്ങൾ തന്നെ ആവണം. അതിന് നമ്മളെ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക്
കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.